യാത്ര എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ നിങ്ങൾക്ക് പോകുന്നത് ചിലപ്പം ഒരു മാഗസീൻ ഉണ്ട് യാത്രയെക്കുറിച്ചിട്ടുള്ള അല്ലേ. അപ്പം യാത്ര എന്ന് പറയുന്നത് മിക്കവാറും പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെതിരായിട്ട് എനിക്ക് യാത്ര ചെയ്യുന്നതേ ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി പേര്. യാത്ര എനിക്ക് എനിക്കിഷ്ടമല്ല. അപ്പം അതെന്താണ് അങ്ങനെ? നിങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രമല്ലേ പുറമേയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. എത്രയോ ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. നമ്മൾ താമസിക്കുന്ന ജില്ലയിൽ തന്നെ കാണും എത്രയോ ഭംഗിയുള്ള കാഴ്ചകൾ കാണാനായിട്ട്. പക്ഷേ പലപ്പോഴും എന്താണ്, സമയക്കുറവ്, സാമ്പത്തിക പ്രശ്നം, പിന്നെ ഇഷ്ടമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ചിലപ്പം പ്രായമായ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാകും, അവരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, മറ്റുള്ളവർ സഹകരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒന്നിച്ച് പോവുകയാണെങ്കിൽ ചിലവ് കുറയും. ചിലപ്പോൾ അങ്ങനെ പോകാനും പറ്റുന്നില്ല, അല്ലാതെ പോകാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം യാത്ര ആസ്വദിക്കുന്ന ഒത്തിരി പേര് അത് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ട്. അപ്പം യാത്രയെന്ന് പറയുന്നത് ഏറ്റവും രസകരമായ കാര്യമാണ്. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ, എത്ര ദിവസത്തേക്കാണ് നമ്മൾ പോവുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക അല്ലേ. നമ്മൾ തയ്യാറെടുക്കും. പോകുന്നതിൻ്റെ നമ്മൾ എന്നാണോ യാത്ര പോകുന്നത് അതിൻ്റെ തലേ ദിവസം രാത്രി നമുക്ക് ഉറക്കമേ കാണില്ല. ശരിയല്ലേ? പണ്ട് ടൂറിന് പോകുമ്പോൾ, പിള്ളേരെയും കൊണ്ട് ടൂറിന് പോകുന്ന സമയത്ത് ഇതുപോലെയാണ്. കാരണം ഇത്രയും കുട്ടികൾ നമ്മളിത്ര കെയർ കൊടുക്കണം. ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ എന്തൊക്കെയാണോ ഫുൾ പ്ലാനാണ്. കാരണം അവരെ കൊണ്ടുപോകുന്നത് പോലെ തിരിച്ച് ഏൽപ്പിക്കണ്ടേ. പ്രത്യേകിച്ചും ഈ അധ്യാപികമാർക്ക് ഇച്ചിരി ടെൻഷൻ കൂടുതലാണ് അല്ലേ. പെൺകുട്ടികളുടെ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട്. അപ്പം യാത്രകൾ അങ്ങനെ ചെയ്യുക. അപ്പം ഞാനങ്ങനെ കുട്ടികളുമായിട്ട് ടൂറിന് പോകുന്ന സമയത്ത് എവിടെ നമ്മൾ ചെന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന് വെളിയിലുള്ളവർ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ആ തണുപ്പ് ആസ്വദിക്കാനായിട്ട് വരുന്ന ആളുകളെ കാണാം. നമ്മളവിടെ ചെന്ന് തണുപ്പാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറച്ചും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് അതിനെ ആസ്വദിക്കുന്ന ആ ഒരു രീതി, ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പം കുറേ കുട്ടികൾ വന്നിട്ട് കുറേയേറെ ഐസ്ക്രീം വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ദൈവമേ, ഇത്രയും തണുപ്പ്, ഇതിൻ്റെ കൂടി നീ അവർ ഉള്ളിലോട്ടും തണുപ്പ് കയറ്റിയിടുകയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഇതൊക്കെ ഒരു രസമാണ്. അത് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും. ഉള്ളിലും തണുപ്പ്, പുറമേയും തണുപ്പ്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ടീച്ചേഴ്സും സാറന്മാരും കൂടെ അങ്ങനെ വാങ്ങിച്ചു. അപ്പം കുറേ കുട്ടികൾ അങ്ങനെ, ഞാൻ പറഞ്ഞു ആര് വേണേലും വാങ്ങിച്ചോ, തൊണ്ടവേദന, പനി ഇതൊക്കെ ഓർത്തോണം. വീട്ടുകാർ പിന്നെ ഈ ഒരു ടൂർ കൊണ്ട് നിങ്ങളുടെ ടൂറ് പോക്ക് നിർത്തരുതേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ കുറേ കുട്ടികൾക്ക് വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴത്തേക്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കണമെന്നവർ പറയും. പക്ഷേ ട്രിപ്പൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടുവരും. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. രാവിലെ പോകുന്ന അതിൻ്റെ തിരക്ക്, പിന്നെ വൈകുന്നേരം ചില വീടുകളിൽ ആളുകൾ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ചില വീടുകളിൽ നമ്മൾ ആളില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വിടണം കുട്ടികളെ. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ചിലപ്പം വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യമുണ്ട്. അതൊക്കെ രസമുണ്ട്. പക്ഷെ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ത്രില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു ടൈമാണ്, നിങ്ങൾ എൻജോയ് ചെയ്യും. അല്ലാതെ ഒരുപാടൊക്കെ നേരത്തെ ടയേർഡായി പോകുന്ന സമയത്ത് ഞാൻ പറയും, ആദ്യം നിങ്ങൾ ബഹളം വെച്ച് നിങ്ങളുടെ എനർജി മുഴുവൻ കളയല്ല്. നമുക്കിനി സമയമുണ്ട്, ഇപ്പോൾ സമയമുണ്ട്, ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ കുട്ടികൾ ചില കുട്ടികളുണ്ടോ ഒന്നിനും ഇല്ലേ, ആർക്കോ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂറിന് വന്നിരിക്കുന്നത് എന്ന രീതിയിലുള്ളവരുണ്ട്. ചിലരുണ്ട് നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള കുട്ടികളെയല്ല, വേറെ ഒരു ലെവലാണെന്ന് പറയത്തില്ലേ, അതേപോലെയാണ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മുടെ ആട്ടാട്ടം നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ടീച്ചർ എന്നുള്ള കൂടുതൽ സ്ട്രിക്റ്റായിട്ട് പറയത്തില്ല. പിന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നിയന്ത്രിക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ അവർക്ക് എൻജോയ് ചെയ്യും. നല്ല രസമുള്ള കാര്യമില്ല. അപ്പം ടൂറിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും പോകണം. കാരണം ഓരോ സ്ഥലത്തും പോകാൻ നമ്മുടെ പ്രായത്തിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകുന്നതിന് മുമ്പ് യാത്ര
യാത്രകൾ ചെയ്തു.